തരത്തിലാണ്, ഏത് സ്റ്റേജിലാണ് സാറ് കാണുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഏത് ലെവലിലാണ് സാറ് അവരെ കാണുന്നത്? സാറേ പറയട്ടെ, ഉത്തരം പറയട്ടെ. ഞാൻ അല്പം മുമ്പ് അതിന് ഉത്തരം പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറയുന്നത് നമ്മുടെ, അതായത് ഒരു വ്യക്തിക്ക് 5 തരം ബാലൻസ് ആണ്. വളരെ ഡീറ്റെയിലിൽ പോകണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരാളെ, അവരെന്നല്ല, ലോകത്തെ ഏതൊരാൾ എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ ആ വ്യക്തിയെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ വ്യക്തിയുടെ ഫിസിക്കൽ ബാലൻസ് എന്താണ്, മെന്റൽ ബാലൻസ് എന്താണ്, ആ വ്യക്തിയുടെ ഇന്റലക്ച്വൽ ബാലൻസ് എന്താണ്, ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ ബാലൻസ് എന്താണ്, ആ വ്യക്തിയുടെ സ്പിരിച്വൽ ബാലൻസ് എന്താണ്. 5 തരം ബാലൻസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അധികം വരുന്ന മിമിക്രിക്കാരാകുമ്പോൾ ഫിസിക്കൽ ബാലൻസ് ഓക്കെ, ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവും. മെന്റൽ ബാലൻസ് അത്ര എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം മെന്റൽ ബാലൻസ് ഉള്ളവർക്ക് എന്ത് പ്രശ്നങ്ങളെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ മറുപടി പറഞ്ഞാൽ അതിന് തിരിച്ചു പറയാനുള്ള കഴിവ് അവർക്കുണ്ടാവും. ഇതിപ്പോൾ ഞാനെന്തേ പറയുമ്പോൾ തന്നെ അവർ കുറയുകയാണ് ചെയ്യുന്നത്. ആ മെന്റൽ ബാലൻസ് ഇല്ലായ്മയുടെ ഇതാണ്. അപ്പൊ ഞാൻ ഇത്രയും ഒരു ക്രൗഡിനോട് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മെന്റൽ ബാലൻസ് ഉള്ളവനെ പറ്റുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു മെന്റൽ ബാലൻസ് ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ പറ്റും ഒരാൾക്ക്? പറ്റൂല. അപ്പൊ എന്നേക്കാൾ താഴെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫിസിക്കൽ ബാലൻസ് ചിലപ്പോൾ എന്നെക്കാട്ടി ആരോഗ്യം ഉണ്ടാവും കേട്ടോ, അവർക്ക് പോട്ടെ. അപ്പൊ മെന്റൽ ബാലൻസിൽ എന്റെ താഴെയാണ്. ഞാൻ നമ്മളായിട്ടല്ലേ കമ്പയർ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ബാലൻസ് ചിലപ്പോൾ എന്നെക്കാട്ടി പൈസ ഒക്കെ ഉള്ളവരായിരിക്കും, അത് ഞാൻ വിട്ടു. പിന്നെ വരുന്ന 2 ബാലൻസ് ആണ്. ഒന്ന് ഇന്റലക്ച്വൽ ബാലൻസ്, IQ, ഇന്റലക്ച്വൽ കോഫിഷ്യന്റ്. അപ്പൊ ഇന്റലക്ച്വൽ കോഫിഷ്യന്റിൽ എന്റെ പുറകിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വിദ്യാഭ്യാസപരമാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇന്റലക്ച്വൽ കോഫിഷ്യൻസ് കൂടുതലായിരിക്കും. അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മറുപടി പറയാനുള്ളതുണ്ടാവും. കാരണം അവരുടെ എഡ്യൂക്കേഷൻ അവർക്ക് ഗുണം ചെയ്യും. പിന്നെ വരുന്നതാണ് സ്പിരിച്വലി ഇൻക്ലൈൻഡ്. നിങ്ങൾക്ക് നോക്കിയറിയാം, ഇപ്പോഴത്തെ പല കുട്ടികൾക്ക് സ്പിരിച്വലി ഇൻക്ലൈൻഡ് അല്ല. ഇപ്പൊ മിമിക്രിക്കാരെ ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനും കഴിഞ്ഞ ജനറേഷനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഒരു 5 ബാലൻസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെന്റൽ ബാലൻസ് കുറവാണ്. അവർ ഫിസിക്കലൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നല്ല ആരോഗ്യം, കാണാൻ നല്ല കോലം ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസം, ഇന്റലക്ച്വൽ ബാലൻസ് ഒക്കെ അച്ഛനും അമ്മേനെക്കാട്ടി ഒക്കെ മുകളിലാണ്. MBBS എടുത്തു, MD എടുത്തു, അവസാനം ആത്മഹത്യ ചെയ്തു. എന്തിന്? കാമുകൻ എന്നെ കെട്ടാന്ന് പറഞ്ഞാൽ കാമുകൻ വേറൊരുത്തിനെ കെട്ടി, തീർന്നു. ഇവിടെ എന്ത് പ്രശ്നവും ഫേസ് ചെയ്യാനുള്ള പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം, പഴയതല്ല, വളരെ പഴയതല്ല പറയുന്നത്, നമ്മുടെ തൊട്ട് മുമ്പ് അതിന് ബാക്കിലുള്ളവരൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ മെന്റൽ ബാലൻസ് ഉണ്ട്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ ദാരിദ്ര്യവും ബാക്കിയൊക്കെ അനുഭവിച്ച് നമ്മൾ വീട്ടിലെ എല്ലാവരുമായി പരമാവധി സഹകരണത്തിലൊക്കെ പോയാൽ മാത്രമേ കുറേ ബ്രദറും സിസ്റ്ററൊക്കെ കുറേ ആളുകളുണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് വളരെ സ്മൂത്തായി പോയാലേ നമ്മളെ കാര്യങ്ങൾ നടക്കും. ഇന്ന് എല്ലാവരും ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഒരു മെന്റൽ ബാലൻസ് കുറവാണ്. കാരണം നമ്മൾ തോൽക്കുക, വിജയിക്കുക, ഈ 2 അവസ്ഥയൊന്നും നമുക്കില്ല. നമ്മളെപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ 2 അവസ്ഥ അനുഭവിക്കാത്ത വ്യക്തികളാവുമ്പോൾ അവരൊരിക്കലും ജീവിതത്തിൽ പരാജയം അനുഭവിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ അവരങ്ങ് ഡൗൺ ആവും. 2 സ്പിരിച്വലി ഇൻക്ലൈൻഡ് അല്ല. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആകുമ്പോൾ അവർക്ക്, അതായത് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എല്ലാം നമുക്കുള്ളതാണോ, നമുക്ക് അവിടെ ഉണ്ടാവും, നോക്കപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ഒരു ഈശ്വര വിശ്വാസിയാണോ, ആ വ്യക്തി ഒറ്റ നോർത്ത് നോക്കി എനിക്ക് മനസ്സിലാവും ഈശ്വര വിശ്വാസിയാണ്. വളരെ കാമൻ പോയിട്ടായിരിക്കും. എന്ത് സംഭവിച്ചാലും സാരമില്ല, ഇതല്ലേ വരാനുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അമ്മേന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങിയാലും എല്ലാം കൂടെ ഉണ്ടെന്ന് തോന്നിട്ടുണ്ടോ? ഞാൻ വലിച്ചോമ്പോ ഒന്നും കൊണ്ടുപോയില്ല. അങ്ങനെയാണോ? ഒരു ഈശ്വര വിശ്വാസിയാണോ എന്നറിയാൻ എളുപ്പമാണ് ഒരാളെന്ന്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പേര് പണ്ഡിറ്റ്, നിങ്ങളുടെ പേര് XYZ ഒക്കെ ആവുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പേര് ഒന്നാണല്ലോ, ശവം, ഡെഡ് ബോഡി, അങ്ങനെയാണല്ലോ പറയാം. അല്ലാണ്ട് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യനെ എപ്പോഴും എടുക്കാന്ന് ചോദിക്കില്ല, ഡെഡ് ബോഡി എപ്പോഴും എടുക്കാന്നല്ലേ ചോദിക്കുള്ളൂ. അല്ലാണ്ട് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും അമേരിക്കൻ പ്രസിഡന്റിന് എപ്പോഴും എടുക്കാന്നല്ല ചോദിക്കുക, ഡെഡ് ബോഡി എപ്പോഴും എടുക്കാന്നാ ചോദിക്കുക. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പേര് ഇത് വരുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പേര് ശവം, ഡെഡ് ബോഡി എന്നാണ്. എല്ലാവരുടെ പേരും ഒന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പേര് ഒന്നാണ്. ഇത്തരം ബോധ്യം ഒരു ഈശ്വര വിശ്വാസിയിൽ ഉണ്ടാവുന്നതിനാൽ നഷ്ടങ്ങളൊക്കെ ആ വ്യക്തി കുറച്ചുകൂടെ കൂളായിട്ടുണ്ട്. നിരീശ്വരവാദികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ കോൺഫിഡൻസിൽ മുന്നോട്ട് പോകുമെങ്കിലും പലപ്പോഴും അവർക്ക് സ്പിരിച്വലി ബാക്കോട്ട് പോകും. ഇതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ കൂടുതൽ ആത്മഹത്യയിലേക്ക് പോകുന്നത്. കാരണം ഞങ്ങൾ വിചാരിച്ച പോലെ വന്നില്ല, നിസ്സാര കാര്യം ഭർത്താവ് തല്ലി, ഭാര്യ തല്ലി എന്നൊക്കെ പറഞ്ഞ് വളരെ, അല്ലെങ്കിൽ TV കാണുന്നതിനിടയിൽ അച്ഛനോ TV ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മിമിക്രിക്കാരെയൊക്കെ എങ്ങനെ കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്പിരിച്വലി അവർ അത്ര സ്ട്രോങ് അല്ല. സന്തോഷ് പണ്ഡിറ്റായിട്ട് കമ്പയർ ചെയ്തു.
ഇന്റലക്ച്വലി സന്തോഷപ്പെടുന്ന ലെവലില്ല. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ലെവൽ കൂട്ടുന്നത്. ഇതുള്ളവരുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ, നല്ലൊരു ഈശ്വരവിശ്വാസിന്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ തീരുമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ഭാഗ്യത്തിന് അധികം അങ്ങനെയുള്ള ആൾക്കാർ എന്റെ മുന്നിൽ കിട്ടിയിട്ടില്ല. ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് നിർത്താം അല്ലേ? ഇത് കഴിയട്ടെ. അത് നാടോടിക്കാറ്റില് ഒരു കോമഡി ഒന്ന് പറയും. നാടോടിക്കാറ്റില് എന്താണ് പറയുന്നത്? നാടോടിക്കാറ്റില് അപ്പൊ നമുക്ക് സെക്ഷൻ അവസാനിപ്പിക്കണം. എല്ലാവർക്കും ഇത്തിരി വെള്ളം ഒരു ചോദ്യം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. എല്ലാവരും സംശയമുള്ള ചോദ്യമാണ്. ഞങ്ങൾക്കും കൂടി ആവശ്യമുള്ള ചോദ്യം പറയും. അതായത് സാർ സിനിമാ മേഖലയിലെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം തുടങ്ങി 16 പരം ഐറ്റം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ആ പ്രകൃതം പഠിക്കാനായിട്ട് സാറിന് സാധിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ഒരു അത്ഭുതത്തോടെയാണ് എല്ലാവരും അത് കാണുന്നത്. അതാണ് സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതെങ്ങനെ സാധിച്ചു എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തതായിരിക്കും എനിക്കും. വ്യക്തിപരമായി ഞാൻ BA ഇംഗ്ലീഷ്, MA ഹിന്ദി, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരുന്നത്. പിന്നെ സ്റ്റെനോഗ്രാഫി, ടൈപ്പ് റൈറ്റിംഗ് ഇതുപോലുള്ള കാര്യങ്ങളാണ് പഠിച്ചിരുന്നത്. സിനിമയായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. അല്ല കെയർ ഓഫ് അച്ഛൻ, കെയർ ഓഫ് അമ്മ, കെയർ ഓഫ് അമ്മായിമ്മയൊന്നുമല്ല. നമ്മളെ ഫാദറൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ജോലികൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും ഇപ്പോൾ ഞാൻ എപ്പോഴും കൈ ഇങ്ങനെ ചിന്മദ്ര പിടിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആൽഫ, ബീറ്റ, തീറ്റ കൂടുതൽ ആൽഫ തരംഗങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. എന്നെ ഒരു പള്ളിയിലോ അമ്പലത്തിലോ പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫ തരംഗങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു സ്ഥലം. അത് എന്തായാലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം സ്ഥലത്ത് കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പവർ കൂടുന്നതാണ്. ഞാൻ നേരത്തെ ഈശ്വരവിശ്വാസമായി ചോദിച്ചിട്ടുണ്ട്. ശരി. അപ്പൊ എനിക്ക് ഈ ചിന്മുദ്ര പിടിക്കുന്നതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞായറാഴ്ച വെറുതെ ഇരിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ജോലി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പിന്നെ എനിക്ക് ഒരാൾക്ക് 2 ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകളുടെയൊക്കെ പണ്ട് ഈ CD ഒക്കെ ഒന്നിലിട്ട് മറ്റേ എനിക്ക് മൈക്കും ക്യാമറയൊക്കെ മുമ്പേ ഞാൻ വാങ്ങിയത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ സ്വന്തം നിലയിൽ ഡബിങ്ങും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാനിങ്ങനെ വിഷ്വൽ എടുത്തിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല. സ്വന്തമായിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് കൂടുതൽ ജോലികൾ ചെയ്യാന്നുള്ള. പിന്നെ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ കഥാരചന, കവിതാരചന, അതേപോലെ പ്രസംഗ മത്സരത്തിലൊക്കെ നിന്നിരുന്നു. അപ്പൊ നിങ്ങളോട് എന്ത് ചോദിച്ചോന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു വശം സൈക്കോളജിക്കലി ചെറുപ്പം മുതലേ പ്രസംഗ മത്സരത്തിന് പോകും. അപ്പൊ പ്രസംഗ മത്സരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പെട്ടെന്നാണ് നമുക്കൊരു ഇത് വരാം. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നടക്കുന്ന യുദ്ധം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി എന്ത്, അല്ലെങ്കിൽ ദാരിദ്ര്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ശരിക്കും പഠിച്ചു വരും. ഇപ്പൊ തമിഴ്നാട്ടിൽ മഴ കുറയുന്നു എന്നൊരിത് എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയാൽ പോലും ഞാൻ പറയുമായിരുന്നു. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രിച്ചിയിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്, മധുരയിൽ എന്താ മഴ പെയ്യുന്നത്, ഇങ്ങനെ ഞാൻ ഓരോ സ്റ്റേറ്റ് നോക്കാറുണ്ട്. ഇപ്പൊ ത്രിപുരയിലോ മേഘാലയയിലോ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ചുമ്മാ നോക്കാറുണ്ട് ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും തരംഗം അവിടെ വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറക്റ്റ് നോക്കാറുണ്ട്. ഈ സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റാതെ വന്നത് കൊണ്ടാണ് കൂടുതൽ ജോലി ചെയ്യണം എന്നുള്ള ഐഡിയയിലാണ് വരുന്നത്. അപ്പൊ ഈ കഥാരചനയും കവിതാരചനയും പ്രസംഗ മത്സരത്തിലും കണ്ടിന്യൂസ്ലി നിൽക്കുകയും അത്യാവശ്യം സർട്ടിഫിക്കറ്റുകളും കിട്ടിയ കോൺഫിഡൻസ് ആണ് ഈ തിരക്കഥ സംഭാഷണത്തിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം. പിന്നെ നമ്മുടെ ഐഡിയ വേറെ ആളിനെ ഏൽപ്പിച്ച് വേറെ ഒരു നിർമ്മാതാവിന്റെ പൈസ കളയണോ, അല്ല പൊട്ടുകയാണെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് അനുഭവിക്കാൻ, നമ്മളെ ഐഡിയ വെറുതെ വേറെ ഒരുത്തനെ ഇതാക്കണ്ടല്ലോ.
നമുക്കറിയാം മലയാള സിനിമ എടുത്ത് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുകയും കുത്തുവാലെടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് 3 വീടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീട് അങ്ങ് വിൽക്കാം. അങ്ങനെ എല്ലാവരും ബൈ ചാൻസ്. പിന്നെ പൈസ ബിസ്കീറ്റാണ്, പരമാവധി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാമെന്ന് കരുതുന്നു. പിന്നെ വരുന്നോടത്ത് വെച്ച് കാണാം, പഠിക്കാം. 5 ലക്ഷം അല്ലേ ഇവിടെ ഓരോരുത്തർ മാനേജ്മെന്റ് കോട്ടയിൽ ഒരു കാര്യം MCOM MSc വേണ്ടിയിട്ട് പോലും ഇവിടെ എത്രയോ പൈസ കൊടുക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കാൻ ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു കാര്യം ചെയ്ത് നോക്കാം. കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടീന്ന് ചിന്തിച്ചു. ഇതാണ് ഓക്കെ. ഇപ്പൊ നിർത്തല്ലേ. അപ്പൊ അവർക്ക് ഒരു പാട്ടും ഡയലോഗും ഉണ്ട് കേട്ടോ. നോക്ക്, പാട്ടും ഡയലോഗും നമ്മൾ അവരോട് വാക്കുക. ഓക്കെ, പുതിയ സിനിമയിലെ ഒരു സോങ് ആണ്. പെണ്ണിന്റെ പുഞ്ചിരി കണ്ടിലിട്ട് പൊട്ടിയെ, പെണ്ണിന്റെ നുണക്കുഴി കണ്ടിലിട്ട് പൊട്ടിയെ, പെണ്ണിന്റെ കൊഞ്ചരി കണ്ടിലിട്ട് പൊട്ടിയെ, ഒടുവിൽ പെണ്ണിനെ കിട്ടിയപ്പോ വട്ടം കറികളിയ. അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ച്, പെണ്ണിന്റെ പുഞ്ചിരി കണ്ടിലിട്ട് പൊട്ടിയെ, പെണ്ണിന്റെ നുണക്കുഴി കണ്ടിലിട്ട് പൊട്ടിയെ, പെണ്ണിന്റെ കൊഞ്ചല് കണ്ടിലിട്ട് പൊട്ടിയെ, ഒടുവിൽ പെണ്ണിനെ കിട്ടിയപ്പം വട്ടം കറികളിയ. അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ച്. ഇതാണ് സോങ്. ഇനിയിപ്പോ നമുക്കൊരു ഡയലോഗ് കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഡയലോഗാണ് പുതിയ സിനിമ. നീ ഒന്നും ജീവിച്ചിരിക്കുമ്പോ നിന്നെ ഒന്നും ആരും ശ്രദ്ധിക്കൂല, പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു എന്ന് വരും. അല്ലാതെ ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും. അതാരുടെ കുറ്റമല്ല. കപ്പൽ തിന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്ന പരൻമീന് വാ പൊടിച്ചിട്ട് കാര്യമില്ല. എന്റെ തലയിൽ ഒരു രോമം നീ പിഴുത, നിന്റെ തല ഞാൻ കൊയ്യും. നീ പറയും, ഞാൻ ചെയ്യും. ആകാശത്തൂടെ പറന്നു കിടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാടും. കീപ് ഇൻ മൈൻഡ്. ഇതാണ് പുതിയ സിനിമയിലെ ഏറ്റവും ചെറിയ ഡയലോഗ്. അപ്പൊ എല്ലാവരും കാണാൻ സാധിച്ചതിന് സന്തോഷം. പുതിയ സിനിമ കേരള ലൈവാണ്. ഇതിന് തൊട്ട് മുമ്പായി ആതിരയുടെ മകൾ അഞ്ജലി, ഉരുക്ക് സതീശൻ എന്നീ സിനിമകളുണ്ട്. സമയം കിട്ടിയാൽ യൂട്യൂബിൽ ഫുൾ മൂവി കാണുക. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഫേസ്ബുക്കിലോ എൻ്റെ മൊബൈലിലോ അറിയിക്കുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ കലാകാരൻ സന്തോഷ് പണ്ഡിറ്റിനെ നന്ദി രേഖപ്പെടുത്തിയിരുന്നു. നാളെ ഈ വേദിയിൽ ചിറ്റാറ്റേര ആർട്സ് ഓഫ് CSC അവതരിപ്പിക്കുന്ന ഇന്നത്തെ ഭാഗ്യവാൻ എന്ന നാടകം ഉണ്ടായിരിക്കും. കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കും. നിങ്ങളെവരെയും ആ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.